നടൻ ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ മുൻ മാനേജർ വിപിൻ കുമാറും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായതായി ഇന്നലെ ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരുന്നു. കൊച്ചിയിലെ അമ്മ സംഘടനയുടെ ഓഫീസിൽ വെച്ച് ഇരുവരെയും ഒരുമിച്ചിരുത്തി നടത്തിയ 4 മണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചത്. ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങൾ ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും ഒത്തുതീർപ്പാക്കി എന്നതാണ്. കൂടാതെ വിപിൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ ആയിരുന്നു എന്ന കാര്യം സിനിമാ സംഘടനകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വിപിൻ മാനേജർ അല്ല എന്നും PRO മാത്രമാണെന്നും ഉണ്ണി മുകുന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു. വിപിൻ കുമാറിനെതിരെ സിനിമാ സംഘടനകളിൽ മറ്റു പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഫിഫ്ക വ്യക്തമാക്കുന്നുണ്ട്. ഒരു നടി വിപിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന ഉണ്ണി മുകുന്ദന്റെ ആരോപണം തെറ്റാണെന്നും സംഘടനകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് വിപിൻ കുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ സംഘടനകൾ ഇടപെടില്ല. പോലീസ് അന്വേഷണം തുടരും. അതേസമയം നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് വിപിൻ കുമാർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിനാണ് മർദ്ദനമെന്നാണ് വിപിൻ ആരോപിച്ചിരുന്നത്. കാക്കനാട്ടെ ഉണ്ണി മുകുന്ദന്റെ ഫ്ളാറ്റിൽ വെച്ച് മെയ് 26-ന് ഉച്ചയ്ക്ക് മർദ്ദനമേറ്റെന്നും മുഖത്തും തലയിലും നെഞ്ചിലും അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നും വിപിൻ പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ല എന്നും തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതിനെ കുറിച്ച് ചോദിക്കാനാണ് കണ്ടതെന്നും ഉണ്ണി മുകുന്ദൻ വിശദീകരിച്ചിരുന്നു. വിപിൻ തന്റെ മാനേജർ അല്ല എന്നും PRO മാത്രമാണെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സിനിമാ സംഘടനകളുടെ ഇടപെടലിലൂടെ ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു. ഇനി പോലീസ് കേസിന്റെ തുടരന്വേഷണമാണ് നിർണായകമാകുക. മുൻ മാനേജറായിരുന്ന വിപിൻ കുമാറിനെ കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. വിപിൻ കുമാറിന്റെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യം തേടി ഉണ്ണി മുകുന്ദൻ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ഹർജി തീർപ്പാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ചലച്ചിത്ര സംഘടനകൾ ഇടപെട്ടത്. സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും താരസംഘടനയായ അമ്മയുമാണ് വിഷയത്തിൽ ഇടപെട്ടത്. ഇരു സംഘടനകളും ഇക്കാര്യത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഉണ്ണി മുകുന്ദനെയും വിപിൻ കുമാറിനെയും ഒരുമിച്ചിരുത്തി ചലച്ചിത്ര സംഘടനകൾ ചർച്ച നടത്തിയത്. ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുമാണ് മീഡിയേഷൻ പങ്കാളികളായത്. അതേസമയം പോലീസ് കേസിൽ തൽക്കാലം ഇടപെടേണ്ട എന്നുള്ളതാണ് ചലച്ചിത്ര സംഘടനകളുടെ തീരുമാനം. മറ്റൊരു കാര്യം, ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിലല്ല നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിൽ പരാതി കൊടുത്തതെന്ന് മുൻ മാനേജർ വിപിൻ ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനിഷ്ടങ്ങൾ തന്റെ മുകളിൽ തീർക്കുന്നത് തുടർന്നതോടെയാണ് താൻ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും ഉണ്ണി ഇപ്പോൾ പറയുന്നു. പല ദുരനുഭവങ്ങളും ഉണ്ണി മുകുന്ദനിൽ നിന്നുണ്ടായിട്ടുണ്ട്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം മികച്ച പ്രോജക്റ്റുകളൊന്നും കിട്ടാതിരുന്നതോടെ വലിയ ഫ്രസ്ട്രേഷനിലായിരുന്നു ഉണ്ണി. ഫ്രസ്ട്രേഷൻ തന്നോട് തീർക്കുകയാണ് ചെയ്തത്. അത് ബുദ്ധിമുട്ടിക്കുകയാണ്. ഉണ്ണിയുടെ കൂടെ ശരിക്കും ആരുമില്ല. താനായിരുന്നു അവസാനമുണ്ടായിരുന്നത്. ദുരനുഭവത്തിന്റെ പേരിലല്ല താൻ കേസ് കൊടുത്തത്. തനിക്കെതിരെ ദേഹോപദ്രവം ഉണ്ടായപ്പോഴാണ്. താൻ ആളുമായി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു പഞ്ചിങ് ബാഗായി തന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല. കൂടാതെ നരിവേട്ട എന്ന ഒറ്റ സംഭവമല്ല ഈ പ്രശ്നത്തിന്റെ കാരണം, അത് അവസാന സംഭവമാണ്. ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവ് കൊണ്ടാണ് ഗോകുലം മൂവീസ് അനൗൺസ് ചെയ്ത ഏറ്റവും പുതിയ പടത്തിൽ നിന്നും അവർ പിന്മാറിയത്. ഇതിന്റെ ഫ്രസ്ട്രേഷൻ തന്നോട് തീർത്തു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെയാണ്. ഉണ്ണി ചെയ്യാനിരുന്ന 2 പടം കയ്യിൽ നിന്ന് പോയി. ചർച്ചയിലുണ്ടായിരുന്ന പടവും പോയി. കയ്യിലിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. നരിവേട്ടയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. റിവ്യൂ കണ്ടതുകൊണ്ടാണ് താൻ സിനിമയെക്കുറിച്ച് പോസ്റ്റ് പങ്കുവച്ചത്. അതിനും ഉണ്ണിക്ക് തന്നോട് പ്രശ്നമായി. അന്ന് രാത്രി തന്നോട് വിളിച്ചു പറഞ്ഞു മാനേജർ പോസ്റ്റ് ഇനി വഹിക്കേണ്ടതില്ല എന്ന്. അത് മാന്യമായ പെരുമാറലാണ്. അവിടം കൊണ്ട് തീരേണ്ട കാര്യമാണിതെന്നും വിപിൻ പറഞ്ഞു. ടൊവിനോയുമായി തെറ്റിക്കാൻ വേണ്ടിയുള്ള പ്രചാരണമാണ് ഇതെന്ന ഉണ്ണി മുകുന്ദന്റെ ആരോപണത്തിന് മറുപടിയും ഇങ്ങനെയാണ്. താൻ ആരെയും തെറ്റിക്കാൻ നോക്കിയിട്ടില്ല. ഇവരെ തമ്മിൽ തെറ്റിച്ചിട്ട് തനിക്ക് എന്താണ് നേട്ടം? ഈ വിഷയത്തിന് ശേഷവും ടൊവിനോ തന്നെ വിളിച്ചു. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. കാര്യങ്ങൾ സംസാരിച്ചു. തന്നെ കോൺസോൾ ചെയ്തു, പിന്തുണച്ചു. ടൊവിനോയുമായുള്ള ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് ഉണ്ണി എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിലാണ് വിപിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ കേസ് കൊടുത്തതിനു ശേഷമാണ് ഓരോ ആരോപണങ്ങൾ ഉയരുന്നത്. ആദ്യം മാനേജർ അല്ല എന്ന് പറഞ്ഞു. താൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലേ എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? ഇനി ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്?
ഉണ്ണിയുടെ സമ്മതമില്ലാതെ താൻ ആരോടും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് തനിക്ക് എന്താണ് നേടാനാകുക? താൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് താൻ ചോദിച്ചിട്ടുള്ളൂ. വിവാഹമാണ്, അതിന് അദ്ദേഹത്തിന്റെ താല്പര്യമുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്നാണ് വിപിൻ കുമാർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഫെഫ്ക അറിയിച്ചിരിക്കുന്നത് ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾക്ക് വിപരീതമായി വിപിൻ ഒരു അഭിമുഖം നൽകിയെന്നും സംസാരിച്ചിരിക്കുന്നുവെന്നാണ്. വിപിൻ കുമാർ പറയുന്നത് ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞു എന്ന രീതിയിലാണ്. എന്നാൽ ആ അവകാശവാദം ശരിയല്ലെന്നാണ് സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഫെഫ്ക വിപിൻ കുമാറുമായി സംഘടനാപരമായി സഹകരിക്കില്ല എന്നും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.